നമസ്കാരം. വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, SFIO വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നത്. കാരണം വളരെ ഗുരുതരമായൊരു അന്വേഷണ റിപ്പോർട്ടാണ് ദില്ലി ഹൈക്കോടതിയിൽ SFIO സമർപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇന്ന് SFIO ഒരു ചർച്ചയെ അല്ലതാവുന്ന കാഴ്ചയാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPM യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പക്ഷം ഈ ഒരു വിഷയത്തിൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസ്ഥാനത്തെ CPMനെ തകർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ഉപയോഗിക്കുന്നു, അതായത് ED, SFIO പോലുള്ള ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നൊരു വാദം എനിക്കുണ്ട്. ഇത് സത്യമാണോ അല്ലയോ എന്ന് പറയേണ്ടത് SFIOയും ആണ്. പിന്നെ CPM അവരുടെ നിലപാടും വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇത് കരിമണൽ കർത്തയ്ക്ക് എതിരെ, കാരണം CPMനെ പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് കുറേയധികം വാദങ്ങൾ പിന്നെയുമുണ്ട്. കരിമണൽ കർത്ത ആർക്കൊക്കെ പണം നൽകിയിട്ടുണ്ട്, അവർക്ക് തീവ്രവാദ ബന്ധങ്ങളുണ്ടോ, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോഴും ഇവർ മറുപടി പറയേണ്ട ഒരു ഉത്തരമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോയിരിക്കുന്ന കോടികൾ, എത്ര കോടിയാണെന്ന് കൃത്യമായിട്ടുള്ളത് നമുക്കറിയില്ല, പക്ഷേ എത്ര കോടികൾ പോയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് CPM ഉത്തരം പറഞ്ഞേ പറ്റൂ. പക്ഷെ CPM ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് കരിമണൽ കർത്ത എക്സാലോജിക്കിലേക്ക് പണം നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. കാരണം കൈക്കൂലി പണം നമുക്കറിയാം, സംസ്ഥാനത്ത് പല ആളുകളും കൈക്കൂലി മേടിക്കാറുണ്ട്. പക്ഷെ മേടിക്കുന്ന കൈക്കൂലിയൊക്കെ സ്വന്തം പേരിലല്ല മേടിക്കുക, മറ്റേതെങ്കിലുമൊക്കെ ബിനാമികളുടെ പേരിലാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരുപാട് നിയമക്കുരുക്കുകളിലേക്കാണ് ഈ SFIOയുടെ അന്വേഷണ റിപ്പോർട്ട്, അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ പകർപ്പ് പുറത്തു വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ ഏറെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ SFIOയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്യു കുഴൽനാടൻ നടത്തിയിരിക്കുന്ന ഒരു പത്രസമ്മേളനത്തിന് അപ്പുറത്തേക്ക് BJPയുടെ ഭാഗത്തു നിന്ന്, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമൻറ്റ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഷോൺ ജോർജിന്റെ പോലും പ്രതികരണം ഇതുവരെയായിട്ടും വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷോൺ ഇന്നലെ വന്നു. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പത്രമാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും SFIOയുടെ ഈ അന്വേഷണ റിപ്പോർട്ടിനെ വേണ്ട രീതിയിൽ പരിഗണനയ്ക്ക് എടുക്കുന്നേ ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പ്രതിപക്ഷ പാർട്ടികളിൽ തന്നെ ഇപ്പം BJPയെ സംബന്ധിച്ചിട്ട് BJP ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ് നേതാക്കന്മാർക്ക് വരും മണിക്കൂറുകളിൽ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ CPMന്റെ മൗനം അതെന്താണ്? നമ്മൾ ഇതിൽ SFIOൻ്റെ അന്വേഷണ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ സമർപ്പിച്ചിട്ടില്ല. അത് ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നലെ അതിൻ്റെ അവരുടെ ചില നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവരുടെ കണ്ടെത്തലുകളുടെ ഒക്കെ ചില റിപ്പോർട്ടുകളാണ് അവർ സമർപ്പിച്ചത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ CMRL കമ്പനി ഈ SFIOയുടെ അന്വേഷണം അവസാനിപ്പിക്കണമെന്നും അവർക്ക് ഈ അന്വേഷണമായി മുന്നോട്ട് പോകാനുള്ള അനുമതി നിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്റർ സെറ്റിൽമെൻറ്റ് ഏജൻസി നടത്തിയ ചില എൻക്വയറി റിപ്പോർട്ടുകൾ, അതിൻ്റെ പേപ്പറുകൾ രഹസ്യാത്മകമായി തന്നെ സൂക്ഷിക്കണമെന്നും ഇവർക്ക് യാതൊരു തെളിവും കൈമാറരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഡൽഹിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില രേഖകളാണ് SFIO ഇന്നലെ ഈ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അല്ലാതെ പൂർണ്ണമായും അന്വേഷണ റിപ്പോർട്ട് അവരുടെ കോടതിക്കല്ല സമർപ്പിക്കേണ്ടത്. അതായത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനാണ് അവർ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. കാരണം ഇതിൽ വലിയ തരത്തിൽ ഫ്രോഡ് പരിപാടികൾ നടന്നു, ഇടപാടുകൾ നടന്നു എന്നുള്ള ആരോപണത്തിലാണ് ഈ അന്വേഷണം SFIO ഏറ്റെടുത്തത്. SFIOയുടെ അന്വേഷണ മേഖല എന്ന് പറയുന്നത് അവർക്ക് ജുഡീഷ്യൽ പവറില്ല. നമ്മൾ ഇന്നലെ സംസാരിച്ചാണ്, അവർക്ക് ജുഡീഷ്യൽ പവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ശുപാർശ ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഈ വിഷയത്തിൽ, അതായത് SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് അവർ ഈ CMRL ഭീകരവാദ പ്രവർത്തനവുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വരെ പണം നൽകിയിട്ടുണ്ട് എന്നും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അവർ പണം നൽകിയിട്ടുണ്ടെന്നും അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിക്ക്, ഏകാംഗ കമ്പനിയാണ്, ഈ കമ്പനിക്ക് വൻതോതിൽ പണം നൽകിയിട്ടുണ്ടെന്നും ഈ പണം നൽകിയതിന് എന്തെങ്കിലും സേവനം നൽകിയതായിട്ട് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഈ CMRLന്റെ വിവിധ
ഉദ്യോഗസ്ഥന്മാർ അവിടെ ഈ പിന്നെ പല പ്രമുഖമായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെടുത്ത മൊഴി പ്രകാരം ഈ വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക്കിൻ്റെ യാതൊരു തരത്തിലുള്ള സേവനവും അവർ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ എല്ലാ ദിവസവും വരുന്നു, സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിവിടെ ജോലി ചെയ്യുമ്പോഴാണ് എനിക്ക് പൈസ തരുന്നത്. അതേസമയം ഞാനിവിടെ വരുന്നേ ഇല്ല, ഇവിടെയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ഒരു വർഷക്കാലമായിട്ട് എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ തരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ ഒരു ഫ്രോഡ് പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പൈസ മേടിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവരുടെ കമ്പനി, അതായത് വീണ വിജയൻ്റെ പിന്നെ പേരിലുണ്ടായിരുന്ന എക്സാലോജിക് എന്ന കമ്പനി, ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ കമ്പനി ഇവർക്ക് IT സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു കരാറുണ്ടാക്കി എന്നാണ് പറയുന്നത്. IT സേവനങ്ങൾ നൽകി എന്നാണ് CPM നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. ഇപ്പം മുൻ മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ഈ AK ബാലനും നേരത്തെ ഈ പിന്നെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് LDFിൻ്റെ കൺവീനറായിരുന്ന EP ജയരാജനും അതുപോലെ തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഒക്കെ ഈ വിഷയത്തിൽ അവകാശപ്പെട്ടിരുന്നത് രണ്ട് കമ്പനികൾ, അതായത് രണ്ട് കമ്പനികൾ CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സേവനങ്ങൾ നൽകുകയും അതിന് പകരമായി പ്രത്യേകമായിട്ട് അവർക്ക് പണം നൽകി, അവർക്ക് സേവനത്തിലുള്ള പണം നൽകിയെന്നും ഇത് വലിയ വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും ഒക്കെയായിരുന്നു ഇവർ ന്യായീകരിച്ചിരുന്നത്. മാത്രമല്ല ഒരു യുവതിക്ക് സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും അതുകൊണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുടുംബത്തെ ഈ കേസുമായി ബന്ധപ്പെടുത്തി ആരോപണങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് CPM-നെ ആകമാനം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ. പക്ഷേ ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് 10-20 മണിക്കൂറായിട്ട് ഈ വിഷയം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത തമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ഇപ്പം യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ ചെറുകിട മാധ്യമങ്ങളും ഈ സോഷ്യൽ മീഡിയയൊക്കെ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മാത്യു കുഴൽനാട് ഇന്ന് ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി ഇതിൽ കൃത്യമായ ചില ഫ്രോഡ് പരിപാടികൾ നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് ആരോപണമായി അദ്ദേഹം മുന്നോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിൽ കാണുന്നത് പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരോ BJP ഒന്നും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നുള്ളത് അത്ഭുതകരം തന്നെയാണ്. CPM നേരത്തെ പറഞ്ഞതുപോലെ വേറൊരു വശമുള്ളതെന്ന് വെച്ചാൽ CMRL നിന്ന് സംഭാവന കൈപ്പറ്റാത്ത രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിനകത്തൊരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള വൻ വ്യവസായികൾ തന്നെയാണ്. കാരണം പ്രവർത്തകർക്കിടയിൽ നിന്ന് ലെവി പിരിച്ചിട്ടൊന്നും ഒരു പാർട്ടി സംവിധാനത്തെ ഒന്നും ഇവിടെ കൊണ്ടു നടക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വ്യവസായം, ഇപ്പോൾ പാറമടകളായിക്കോട്ടെ, ക്രഷറുകളായിക്കോട്ടെ, ബാറുകളായിക്കോട്ടെ, ഇവിടെ നിന്നൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിരിവ് നടത്തുന്നതാണ് എന്നുള്ളൊരു വസ്തുതയാണ്. അത് എത്രത്തോളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പണം ഇല്ലാതെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും CMRL നിന്ന് ഈ പറയുന്ന BJP ആയെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് ചെറിയ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഈ CPM ആണെങ്കിലും എല്ലാവരും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ വസ്തുതയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ CMRL-നെതിരെ സംസാരിക്കുവാനായിട്ട് ചിലർക്ക് ചില മടികൾ ഉണ്ടാകും എന്നുകൊണ്ട് നമ്മൾ കരുതാനായിട്ട്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന പോയതുപോലെയല്ല സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് ഒരു അഴിമതി നമ്മൾ സംശയിക്കുന്നത്. അവിടെ എന്തോ ചെയ്തു കൊടുത്തതിനുള്ള ഒരു പ്രത്യുപകാരമായിട്ടുള്ള ഒരു തുക, ആ തുകയാണ് നമ്മളുടെ ഈ എക്സാലോജിക്കിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് വാദം. ഈ വാദത്തിനാണ് CPM മറുപടി പറയേണ്ടത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ആരും സംഭാവന വാങ്ങിച്ചോട്ടെ, ഇപ്പം നിരോധിതമായിട്ടുള്ള തീവ്രവാദ അല്ലെങ്കിൽ തീവ്രവാദങ്ങളുമായിട്ടൊക്കെ ബന്ധങ്ങളുള്ള ആളുകളൊക്കെ സംഘടനകൾക്ക് സംഭാവന, അതൊക്കെ സംഭാവനയുടെ രീതിയിൽ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അല്ലാണ്ട് എനിക്കൊരിക്കലും തോന്നില്ല കരിമണൽ കർത്ത എന്ന് പറയുന്ന ആള് തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ള ആളുകളുടെ സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അവരിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പണം കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, നമ്മളിൽ കാണേണ്ടത് ഇപ്പോൾ ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല കേരളത്തിൽ നിന്നുള്ളത്. നമ്മൾ 4 നൂറ്റാണ്ട് കാലത്തെ ഈ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ CMRL നമ്മൾ കാണേണ്ടത്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിൻ്റെ തീരങ്ങളിൽ, ആലപ്പുഴയിലൊക്കെ തീരത്ത് മാത്രം ഉള്ള ഈ കരിമണൽ ഖനനം ചെയ്യാൻ വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഈ CMRL-ന് മാത്രം അനുമതി കൊടുത്തത് എന്നുള്ള ഒരു വലിയ ചർച്ച നേരത്തെയുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയായി വരുന്നതിന് മുന്നേ പിണറായി വിജയൻ ഈ കരിമണൽ കർത്തയ്ക്കെതിരെയും കരിമണൽ ഖനനത്തിനെതിരെയും അതുപോലെ തന്നെ
സർക്കാരിൻ്റെ പൂർണ്ണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ട ഈ കരിമണൽ ഖനനം എന്തുകൊണ്ടാണ് ഈ ധാതു ഖനനമാണ് വലിയ രീതിയിലുള്ള ഈ ഫോറിൻ മണി ഇന്ത്യക്ക് ലഭിക്കുന്ന വലിയ, അതായത് പെട്രോൾ പോലെ, ഡീസൽ പോലെ, അതുപോലെ തന്നെ സ്വർണം പോലെയൊക്കെ തന്നെ വലിയ രീതിയിൽ സാമ്പത്തികമായി വലിയ വളർച്ച നേടാൻ പറ്റുന്ന, കേരളത്തിന് വലിയ രീതിയിൽ വളർച്ച നേടാൻ പറ്റുമായിരുന്ന ഒരു വലിയ ഖനനമാണ് ഈ കരിമണലുമായി ബന്ധപ്പെട്ടത്. ഇത് എങ്ങനെയാണ് ഒരു കമ്പനിക്ക് കൈമാറിയത്? എന്നിട്ട് അതിൽ സർക്കാർ ഈ CMRL ഒരു വളരെ ചെറിയൊരു ഷെയർ എടുത്തുകൊണ്ട് വളരെ നിയന്ത്രിതമായ, സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു കമ്പനി ആക്കിയത് എന്തുകൊണ്ടാണ് മാറ്റിയെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പം ഈ കരിമണൽ കടത്തിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് വലിയ സമരങ്ങൾ നമ്മൾ നടന്നിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ. അപ്പോൾ ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കരിമണൽ കടത്തിക്ക് വേണ്ടിയിട്ട് UDF-ഉം അതുപോലെ തന്നെ മുസ്ലിം ലീഗും കുഞ്ഞാലിക്കുട്ടിയൊക്കെ കുഴലോത്ത് നടത്തുന്നു എന്ന് പറഞ്ഞ അതേ പിന്നെ രാഷ്ട്രീയ നേതാവ് പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്ന സമയത്തേക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ആളായി മാറിയെന്നും അദ്ദേഹത്തിന് എന്തും നടത്താനുള്ള, ഏത് രീതിയിലും ഖനനം നടത്താനുള്ള അനുമതി നൽകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിൽ പരിശോധിക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് പിണറായി വിജയൻ്റെ ചുവടുമാറ്റം ഉണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കരിമണൽ കടത്തേക്ക് അനധികൃതമായി എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട്, എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കരിമണൽ കടത്തേക്ക് ഖനനം നടത്താനുള്ള അനുമതി കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകൾ രൂപീകരിച്ച ഒരു IT കമ്പനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ IT സേവനങ്ങൾ നൽകുന്നത്. ഇപ്പം എങ്ങനെയായാലും സീസറിൻ്റെ ഭാര്യ ഏറ്റവും പരിശുദ്ധിയായിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, അത് സാധാരണക്കാരുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന CPM പോലുള്ള ഒരു പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ കാണിക്കേണ്ട ജാഗ്രത ഒരിക്കലും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതുകൊണ്ട് ഇതിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് അവർക്ക് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശമില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് പകരമായി എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ കാണിക്കാനുള്ള മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും കാണിക്കേണ്ടിയിരുന്ന ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് തിരിച്ചു ചോദിക്കാൻ പറ്റുന്ന ഒരു നേതാവ് പോലും ഇന്ന് CPM-ൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. ഈ ദിവസങ്ങളിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടും CPM-ന്റെ പല നേതാക്കന്മാർക്കും വളരെ വ്യക്തമായി അറിയാം ഇതിൽ വളരെ വ്യക്തമായ വലിയ അഴിമതി ഉണ്ടായിട്ടെന്നും ഇതിലൊരു ഫ്രോഡ് പരിപാടി നടന്നിട്ടുണ്ടെന്നും ഇത് ഒരിക്കലും ആശാസ്യമല്ലെന്നും ഇത് ഈ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണെന്ന്. ഇപ്പോൾ ലാവ്ലിൻ കേസൊക്കെ ഉയർന്നത് പോലെ ആയിരിക്കില്ല ഈ വിഷയം എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ലാവ്ലിൻ കേസിൽ തന്നെ യഥാർത്ഥത്തിൽ CPM-ന് ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞാൽ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ കേസ് എടുക്കുന്നില്ല എന്നുള്ള, വിചാരണക്ക് എടുക്കുന്നില്ല എന്നുള്ളതും കൊണ്ട് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ SFIയുടെ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ എത്തും. കേന്ദ്ര സർക്കാരാണ് പിന്നീട് ഇതിൽ നിയമ നടപടിയായി, ക്രിമിനൽ നടപടിയായി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുന്നത്. പക്ഷേ കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഈ CPM നേതാക്കന്മാർ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്യു കുഴൽനാടനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിൽ ഒരു ഫ്രോഡ് പരിപാടി നടന്നിട്ടില്ലെന്നും നികുതി അടക്കാൻ കുറച്ച് നികുതി പണം മാത്രമാണ് ഇതിലുണ്ടായ വിഷയം എന്നൊക്കെ പറഞ്ഞ് AK ബാലനെ പോലെയുള്ള CPM-ന്റെ നേതാക്കന്മാർ ഉയർത്തിവിട്ടിരുന്ന ഇത്തരത്തിലുള്ള വളരെ വ്യാജമായ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. അത് ഏതെങ്കിലും മാധ്യമങ്ങളെ വിലക്കെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ സത്യം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും എന്നുള്ള ഒരു വലിയ ഒരു തോന്നൽ ഇന്ന് CPM-ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് CPM ഇതിൽ മൗനം പാലിക്കുന്നത്. അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഇന്ന് ചാടി വീണിട്ട് ആരുണ്ടടാ തമ്പുരാൻ്റെ ജീവൻ രക്ഷിക്കാൻ അടിയിൽ ലച്ചിപ്പോ എന്ന് പറഞ്ഞ് ചാടി വീഴേണ്ട ഒരു അവസ്ഥ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ചാടി വീഴാൻ പറ്റില്ല. കാരണം ഇതിൽ ചാടി വീണാൽ കൈ പൊള്ളും എന്ന് വളരെ വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ് MP ഗോവിന്ദനും EP ജയരാജനും AK ബാലനും തുടങ്ങിയുള്ള പോരാളികളൊക്കെ ഇപ്പോൾ മൗനം പാലിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും യഥാർത്ഥത്തിൽ എന്തായാലും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സംരക്ഷണം കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പം BJP-യുമായും മറ്റ് എല്ലാ നേതാക്കന്മാരും നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് പോകാൻ തീരുമാനിച്ചാൽ, ഈ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും വലിയ സത്യങ്ങൾ കൃത്യമായി അതിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ ഉറപ്പായും പിണറായി വിജയന്റെ മുഖം വികൃതമാകും. ഒരു സംശയവും വേണ്ട. കാരണം ഇതിലൊക്കെ വലിയ ഫ്രോഡ് പരിപാടികൾ നടന്നിട്ടുണ്ട് എന്ന് ഇന്നല്ലെങ്കിൽ നാളെ ജനം തിരിച്ചറിയും. അതുപോലെ തന്നെ ഇവിടെയുള്ള CPM-കാരും തിരിച്ചറിയും എന്ന് എനിക്ക് പറയാനുള്ളത്. ഏതൊക്കെയാണ് AKG സെന്ററിന്റെ അഡ്രസ്സിൽ വീണ വിജയൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനി
ആ കമ്പനിയെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ പൊതുസമൂഹത്തിന് നിലനിൽക്കെ അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്തം CPM-നും മുഖ്യമന്ത്രിക്കും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.